പിണറായി വിജയനെ പറഞ്ഞാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ഏത് ജേർണലിസ്റ്റ് ആണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടും. ഞാൻ ഉള്ള കാര്യം പറയാം. വലിയ വർത്താനവും എത്തിക്കലും ഒക്കെ പറയുന്നവർ നമ്മളൊരു വാർത്ത ചെയ്ത് കൊടുത്താൽ അതിന് പൈസ പോലും തരത്തില്ല. പിന്നെ എങ്ങനെ ഞാൻ അരി മേടിക്കുന്നത്? ഒന്നെങ്കിൽ നീ പത്രപ്രവർത്തനമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാപ്രയാണ്. മാപ്രയുടെ അർത്ഥം എല്ലാവർക്കും അറിയാലോ അല്ലേ? ചതുര വടിവ് ഭാഷയിൽ സംസാരിക്കുന്ന എം സ്വരാജാണ് ഈ വാക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് പഞ്ചാബായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വരെ. ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ ഇപ്പോൾ കേരളമാണ്. ഫ്യൂച്ചർ ഓഫ് ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മളെല്ലാവരും ഈ മാധ്യമധർമ്മം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? വി ഷുഡ് ഹാവ് എ ഫിയർലെസ് ഫ്രീ ജേർണലിസം. അതായത് സ്വതന്ത്രവും ഭയമില്ലാത്തതുമായ ഒരു പത്രപ്രവർത്തനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സാധാരണക്കാർക്കെല്ലാവർക്കും മാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റാകുന്ന ഒരു വാക്ക്. പക്ഷെ അത്തരത്തിലൊരു സ്വതന്ത്രവും ഭയമില്ലാത്തതുമായ ഒരു ജേർണലിസം ഇന്ത്യയിൽ പോസിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് പോസിബിളാണ്, പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട്. അത് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ടായി മാറിയിട്ടുണ്ട്, കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ട്, നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, അപകടകരമാണ്. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റുകൾക്ക് ഇത് ത്രെട്ടും കൂടിയാണ്. അതായത് ഞങ്ങളാരും ഇപ്പോൾ വലിയ ബിഗ് ടി വിയിലൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഇടി കിട്ടിയാൽ അത് വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോകാനേ പറ്റത്തുള്ളൂ. അവിടെ എഡിറ്ററും ഇല്ല, നമുക്ക് മാനേജിങ് എഡിറ്ററും ഇല്ല. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റുകൾക്ക് ഫ്രീയും ഫിയർലെസ്സും ആയിട്ടുള്ള ജേർണലിസം നടത്തുന്നതിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും however the conditions required for genuine press freedom, ഫിസിക്കൽ സേഫ്റ്റി, അതായത് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഞാൻ ജീവിച്ചിരുന്നാലല്ലേ എനിക്ക് വാർത്ത ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ജീവൻ സംരക്ഷിക്കണം, അതിന് എൻ്റെ സ്ഥാപനം എന്നെ സംരക്ഷിക്കണം, സ്ഥാപനത്തിനൊരു സ്വതന്ത്രത ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. പക്ഷേ ഇതെല്ലാം കുറേ നാളുകളായിട്ട് കുറഞ്ഞു വരികയാണ് ഇന്ത്യ ഒട്ടാകെയും ലോകം ഒട്ടാകെയും. ഈ ജേർണലിസ്റ്റിൻ്റെ ത്രെട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം ശ്രീധരപിള്ള സാറ് 70കളിലെയും മറ്റും കാര്യം പറഞ്ഞിട്ട് പോയി. അത്രയും പുറകോട്ടൊന്നും പോകണ്ടെന്നേ. 2016 രാജ്ദേവ് രഞ്ജൻ ഹിന്ദുസ്ഥാൻ ടൈമിൻ്റെ ബ്യൂറോ ചീഫായിരുന്നു ബീഹാറിൽ. പൊളിറ്റിക്കൽ സ്റ്റോറിയും ക്രൈം സ്റ്റോറിയായിരുന്നു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വെടിവെച്ച് കൊന്നു. 2017 നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഗൗരി ലങ്കേഷ് ബംഗളൂരിൽ, ഷി വാസ് ഗൺ ഡൗൺ ആഫ്റ്റർ റിപ്പീറ്റഡ് ഡെത്ത് ത്രെറ്റ്സ്. 2018 ഷുജത് ബുക്കറി, എഡിറ്റർ ഓഫ് റൈസിംഗ് കാശ്മീർ, കൊല്ലപ്പെട്ടു. 2025 മുകേഷ് ചന്ദ്രകർ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഛത്തീസ്ഗഡിൽ, അദ്ദേഹം ഒരു അഴിമതി തുറന്നു കാട്ടിയതിനാണ് അദ്ദേഹത്തിനെ കൊന്നത്. അങ്ങനെ ഇനി കൊന്നത് മാത്രമൊന്നുമല്ല, ഒട്ടുമിക്ക കേസുകളിൽ പെടുത്തുക. ഇപ്പം നമുക്ക് ഓൺലൈനിൽ ത്രെട്ടൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓൺലൈനിൽ നമ്മളെ ത്രെട്ടൻ ചെയ്യുക, ഒറ്റപ്പെടുത്തുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് പുരുഷനെ ആക്രമിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ത്രീ ജേർണലിസ്റ്റുകളെ കൂടുതൽ ആക്രമിക്കും. ഇപ്പോൾ മുഹമ്മദ് സുബൈർ നേരിടുന്ന, ഓൾട്ട് ന്യൂസ് നടത്തുന്ന, ഫാക്ട് ചെക്കിംഗ് നടത്തുന്ന മുഹമ്മദ് സുബൈർ നേരിടുന്ന ത്രെട്ടിനേക്കാളും കൂടുതലാണ് അധികം വാർത്തകൾ എഴുതാത്ത എന്നാൽ തുറന്ന് സംസാരിക്കുന്ന ജേർണലിസ്റ്റ് ലേബലുള്ള ജേർണലിസ്റ്റായ റാണ അയ്യൂബ് നേരിടുന്ന ത്രെട്ടുകൾ. അവരുടെ നമ്പർ ലീക്ക് ചെയ്യുക, അവരുടെ വീടുകളിലേക്ക് കോൾ അയക്കുക, അവരെ വിളിച്ച് അസഭ്യം പറയുക, അവരെ ഡെത്ത് ത്രെട്ട് തന്നെ അയച്ചു കൊടുക്കുക. ഇത് കൂടാതെ സർക്കാർ തലത്തിലും പലതരത്തിലുള്ള ത്രെട്ടും പ്രഷറും ഉണ്ട്. പഴയ കൊളോണിയൽ റൂൾ തൊട്ട് UAPA തൊട്ട് ആൻറ്റി ടെറർ ലോ തൊട്ട് സെഡിഷൻ ലോ വരെ ജേർണലിസ്റ്റുകൾക്കെതിരെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇനി ഇതെല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിഷ്കളങ്കനാണെങ്കിൽ പോലും നമ്മളൊറ്റയ്ക്ക് നമ്മൾ ഈ കേസിൻ്റെ പുറകെ മാസങ്ങളോളം വർഷങ്ങളോളം അറസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോടതികൾ, ഇപ്പോൾ വേണു സാറ് പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിക്കണം. അതിനാര് ഫണ്ട് ചെയ്യും, എങ്ങനെ ഫണ്ട് ചെയ്യും, എവിടെ നിന്ന് ഫണ്ട് ഉണ്ടാവും ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റിന്? അതൊന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്, ഉത്തരേന്ത്യ മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല. ഈ കേരളത്തിലും ഈ ത്രെട്ടുണ്ട്, കേരളത്തിലും ഈ പ്രശ്നമുണ്ട്. 2016 ഇലക്ഷന് മുമ്പായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന ആ ഇലക്ഷന് മുമ്പായിട്ട് നടത്തിയ ഒരു ജാഥയുടെ പത്രസമ്മേളനത്തിന് വേണ്ടിയിട്ട് 40 മിനിറ്റാണ് അദ്ദേഹം പത്രക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്.
പക്ഷേ അതേ മുഖ്യമന്ത്രി ഭരണം കിട്ടിക്കഴിഞ്ഞപ്പം കടക്ക് പുറത്തെന്നാണ് പത്രക്കാരോട് പറഞ്ഞത്. അതേ മുഖ്യമന്ത്രി ഇവിടുത്തെ പോലീസ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലും ഓൺലൈനിലും വരുന്ന ത്രെട്ടുകളെ നിയന്ത്രിക്കാനെന്നുള്ള വ്യാജേന മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവർണർ എടുക്ക ബില്ല് വിട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ ഗവർണർ ആ ബില്ല് പിടിച്ചു വെച്ചതുകൊണ്ട് മാത്രമാണ് ഇവിടെ അറ്റ്ലീസ്റ്റ് ഓൺലൈനിൽ സത്യം പറയാൻ പറ്റുന്നത്. അതേ മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് ഒരു ജേർണലിസ്റ്റിനെതിരെ ഒരു പത്രസ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി CITUക്കാരെ പറഞ്ഞു വിട്ട പാർട്ടിയുള്ള സംസ്ഥാനമാണ് കേരളം. അതേ മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഓഫീസിലേക്ക് അവരുടെ വിദ്യാർത്ഥി നേതാക്കളെ പറഞ്ഞു വിട്ട് ആക്രമണം നടത്തിയത്. അതുകൊണ്ട് ഇതെല്ലാം ഉത്തരേന്ത്യയിൽ എങ്ങാണ്ടൊക്കെ നടക്കുന്നു, ഛത്തീസ്ഗഡിൽ നടക്കുന്നു, മോഡി ചെയ്യുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. പിണറായി വിജയനെ പറഞ്ഞാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ഏത് ജേർണലിസ്റ്റ് ആണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടും, അത് ഉറപ്പാണ്. ഇവിടെ നിന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയ കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. മംഗളത്തിൻ്റെ ഒരു റിപ്പോർട്ടറിൻ്റെ ലാപ്ടോപ്പും ഫോണും എടുത്തുകൊണ്ട് പോയതിന് ശേഷം കോടതി തന്നെ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ എന്തിനാ എടുത്തുകൊണ്ട് പോകുന്നതെന്നാണ് കോടതി അവരോട് ചോദിച്ചിട്ട് ഈ ലാപ്ടോപ്പും ഫോണും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത്തരത്തിലുള്ള ആൻറ്റി മീഡിയ സ്റ്റാൻഡും കടക്ക് പുറത്ത് ആറ്റിറ്റ്യൂഡുമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. സോ ഐ ഡോണ്ട് തിങ്ക് സോ വി ആർ വെച്ച് മച്ച് ഫെയർ ആൻഡ് ബെറ്റർ ദാൻ ദ നോർത്ത് ഇന്ത്യൻ മീഡിയ കണ്ടീഷൻ എന്നുള്ളതൊന്നും ഐ ഡോണ്ട് തിങ്ക്. I never buy these things also. Because people in Delhi will say that, okay, നിങ്ങൾ കേരളത്തിൽ ഭയങ്കര പ്രോഗ്രസീവാണ്, നിങ്ങളെല്ലാവരും ലെഫ്റ്റാണ്, ഇടത് മനസ്സാണ്, പുരോഗമന മനസ്സാണ്. നത്തിങ്. ജേർണലിസത്തിൻ്റെ കറേജ് എന്ന് പറയുന്നത് സ്പീക്ക് ട്രൂത്ത് ടു ദ പവർ എന്നാണ്. അതിവിടെ ഒന്ന് ചെയ്ത് നോക്ക്. വൈകിട്ട് വീട്ടിൽ CIമാരും SIമാരും കയറിയിരിക്കും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഫസ്റ്റ് ലാപ്ടോപ്പും ഫോണും കൊണ്ടുപോകും. ഇപ്പം മുമ്പ് പറഞ്ഞല്ലോ ലാപ്ടോപ്പും ഫോണിലും എല്ലാം ഇരിക്കുന്നതെന്ന് ന്യൂസ് ക്ലിക്കിൻ്റെ. എൻ്റെ ഈ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് നാളെ അരി മേടിക്കാൻ പറ്റത്തില്ല. എൻ്റെ എല്ലാ സ്റ്റോറിയും ഡാറ്റയും ഫോൺ നമ്പറും ഇതിൻ്റെ അകത്തുള്ളത്. അതാദ്യം ഈ സർക്കാർ തടയും. അതൊന്നും. ഇനി ഈ പത്രങ്ങളിലെ ഈ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു എക്കണോമിക് ഫാക്ടറുണ്ട്. ഇപ്പോൾ പ്രമോദ് പറയുന്നുണ്ടായിരുന്നു ഈ ബിഗ് TV വരുന്നത് ബാഡ് മണി അത് ഇതെന്നൊക്കെ പറയുന്നത്. I don't know, because I don't have any evidence to say that whether it's a bad money or what, but I'm very suspicious about that kind of big TV launch and all, because ഇത്രമാത്രം വലിയ സാലറി കൊടുത്ത് ഇവരെ പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ there is something suspicious. But one thing I would say, എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും എക്കണോമിക് ഡിപ്പെൻഡൻസ് കൂടിക്കൂടി വരികയാണ്. ബിക്കോസ് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ചില ആൾക്കാരുടെ കയ്യിലോട്ടായി മാറി. ഐ വിൽ സേ യു ഇൻ എ വെരി സിമ്പിൾ എക്സാമ്പിൾ. നമുക്ക് എസ്കോട്ടൽ ഉണ്ടായിരുന്നു, BPL ഉണ്ടായിരുന്നു, എയർടെൽ ഉണ്ടായിരുന്നു, BSNL ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജിയോ വന്നു, വില കുറച്ചു, എല്ലാവരും ജിയോയിലോട്ട് പോയി. പിന്നെ എയർടെല്ലും കുറച്ചൊക്കെ ഒന്ന് വില കുറച്ചു, എല്ലാവരും എയർടെല്ലിലേക്ക് പോയി. ഇപ്പോൾ എയർടെല്ലും ജിയോയും മാത്രമേ ഉള്ളൂ. BSNL ഇല്ല, എസ്കോട്ടൽ ഇല്ല, BPL ഇല്ല. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്നിട്ട് എയർടെല്ലും ജിയോയും ചെയ്യുന്ന എന്താണ്? എല്ലാ ആഴ്ചയിലും 50 രൂപ 20 രൂപ വീതം കൂട്ടിക്കൊണ്ടിരിക്കുക. 299 രൂപയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഞാനിപ്പോൾ 399 രൂപയ്ക്ക് 28 ദിവസത്തേക്ക് ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് 2 GB ഡാറ്റ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരിടത്തോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മീഡിയ എന്ന് പറയുന്നത്. അഡാനിയുടെ കയ്യിലാണ് NDTV ഇരിക്കുന്നത്, IANS ഇരിക്കുന്നത്. ഇന്ത്യൻ ഏഷ്യൻ ന്യൂസ് ഏജൻസി സർവീസ് എന്ന് പറയുന്ന IANSനെയൊക്കെ വളരെ വിശ്വസ്തമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അഡാനിയുടെ താല്പര്യങ്ങൾ അവർ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഈ സർക്കാർ സംരക്ഷിച്ചു കൊടുക്കും. കാരണം അഡാനിയുടെ മൈനിങ് കറപ്ഷനെ കുറിച്ച് കോടതിയിൽ പ്രസ്താവന നടത്തിയ ജഡ്ജിയെ മാറ്റിയ സർക്കാരാണ് ഇവിടെയുള്ളത്. അപ്പോഴാണ് അഡാനിക്ക് NDTV IANSനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഇനി അംബാനിയുടെ കയ്യിലാണ് CNN ന്യൂസ് 18 നെറ്റ്വർക്ക് ഉള്ളത്. ആ ന്യൂസ് 18 നെറ്റ്വർക്ക് നമ്മുടെ കേരളത്തിലുള്ള മലയാളത്തിലെ ന്യൂസ് 18. ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് അംബാനിക്കെതിരെ അംബാനിയുടെ ഒരു കറപ്ഷൻ എക്സ്പോസ് ചെയ്യുന്ന ഒരു വാർത്ത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും വരത്തില്ല. ബിക്കോസ് ഫണ്ടേഴ്സ് ഇവരാണ്. ഇത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു വാർത്തയും കിട്ടാൻ പോകുന്നില്ല. ഈ ഒബ്ജക്റ്റിവിറ്റി ആയിട്ടുള്ള ഇല്ലാത്ത, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു വാർത്തയും നിങ്ങളാരും വായിക്കാൻ പോകുന്നൊന്നുമില്ല. അതിനകത്ത് ഒരു പ്രതീക്ഷ എനിക്കില്ല. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഇതിപ്പോൾ എക്കണോമി പ്രൈവറ്റ് ഇത് മാത്രമല്ല, ഗവൺമെൻറ് സപ്പോർട്ട് വരെയുണ്ട് ഈ സ്ഥാപനങ്ങൾക്കെല്ലാം. 2014-15 തൊട്ട് 2021-22-23 വരെ കേന്ദ്ര സർക്കാർ പ്രിൻറ്റിനും ഇലക്ട്രോണിക് മീഡിയയ്ക്കും കൂടി വർഷാവർഷം 600, 700 അല്ല 600, 700, 900, 1000 ഇതെല്ലാം കോടിക്കണക്കാണ്. ഇങ്ങനെ ഒരു 8,000 തൊട്ട് 10,000 കോടി വരെ കൊടുത്തിട്ടുണ്ട്. 8,000 തൊട്ട് 10,000 കോടി വരെ കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയ മോഡി കളവ് പറഞ്ഞു,
മോഡി നമ്മുടെ അടുക്കുന്ന സത്യം മറച്ചു വെച്ചു എന്ന് പറയുമോ? മോഡിയുടെ പേര് ഉച്ചരിച്ച് ചർച്ച നടത്തുമോ? ഈ കഴിഞ്ഞ ദിവസം തന്നെ പാർലമെൻറ്റിൽ ലോകസഭയിൽ വരാതെ പോയ മോഡിയുടെ പ്രസംഗത്തിനെ തടയാൻ ശ്രമിച്ചപ്പം ഇവിടെയുള്ള പാനലിസ്റ്റുകളും ടി വി ചർച്ചക്കാരും ടി വികളും പറഞ്ഞത് മോഡിയെ കടിക്കാൻ സ്ത്രീ എം പിമാർ പോയെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, മോഡി സത്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആരും പറയില്ല. 8,000 തൊട്ട് 10,000 കോടിയാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്നും എടുത്തിട്ട് ഈ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പരസ്യം കൊടുക്കാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ ഈ മീഡിയകൾ ഒരിക്കലും നമ്മളോട് നമ്മുടെ നികുതി പണം എടുത്തിട്ട് കിട്ടിയ പരസ്യം വാങ്ങിച്ചതുകൊണ്ട് അവരൊരിക്കലും നമ്മളോട് സത്യം പറയാൻ പോകുന്നില്ല. പിന്നെയും എന്തെങ്കിലും സത്യം പറയുന്നു പറഞ്ഞ് ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളും ചെറിയ ന്യൂസ് ഔട്ട്ലെറ്റുകൾ പോലെയുള്ള വയറും ന്യൂസ് ക്ലിക്കും അവരിവരും മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ ലോകം എങ്ങനെ കാണുമെന്ന് നിങ്ങൾക്കറിയോ? 2016 180 രാജ്യങ്ങളെ സർവേ ചെയ്തപ്പോൾ അതിൽ 131ാമത്തെ റാങ്കായിരുന്നു നമ്മുടെ 2016. ഞാൻ ഹറിയപ്പ് ചെയ്യുവാണ്, കാരണം നിങ്ങളുടെ ടൈം എനിക്ക് വാല്യൂ ഉണ്ട്. ഞാൻ ടൈമിന് ഒത്തിരി വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. 2016 133ാമത്തെ റാങ്കിൽ നിന്നും 2025 നമുക്ക് നല്ല പുരോഗതിയുണ്ട്. ഇന്ത്യൻ സർക്കാരിന്, ഇന്ത്യൻ മീഡിയ സിനാരിയോയ്ക്കും 155ാം റാങ്കിലാണ് എത്തി നിൽക്കുന്നത്. 180 രാജ്യങ്ങളെ മാത്രമേ സർവേ ചെയ്യുന്നുള്ളൂ. അതിൽ 155ാമത്തെ രാജ്യമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം 180 രാജ്യങ്ങളിൽ 155ആണ്. 133ലാണ് മോഡി വന്നപ്പോൾ തുടങ്ങിയത്. പതുക്കെ ഓരോ പടി കയറി 155ലായിട്ടുണ്ട്. ഇനി ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു അബൌട്ട് എനിക്ക് കേരളത്തിലെ മീഡിയയെക്കുറിച്ച് പറയാനുള്ളതും കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. റിയലി ഐ വാസ് ഹറിയിങ് അപ്പ് ബിക്കോസ് ഐ വോണ്ട് ടു കീപ് ദ ടൈം. ആങ്കർ ഡ്രിവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആങ്കർ ഡ്രിവൻ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ നടത്തുന്ന പ്രവർത്തനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ റിയൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ്, ഒരു ഇൻഡെപ്ത് സ്റ്റോറി, നിങ്ങളുടെ ഒരു സ്റ്റോറി, പട്ടിണിയുടെ ഒരു സ്റ്റോറി, തൊഴിലില്ലായ്മയുടെ ഒരു സ്റ്റോറി, സെക്ഷൽ അബ്യൂസിൻ്റെ റിയൽ സ്റ്റോറി. ഞാൻ ഒരൊറ്റ സ്റ്റോറി ഞാൻ ഇപ്പോൾ പറയാം. ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് പഞ്ചാബായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ, കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വരെ. ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ ഇപ്പോൾ കേരളമാണ്. ഈ കഴിഞ്ഞ 3-4 കൊല്ലത്തിനിടയിലോ അല്ലെങ്കിൽ ഇന്ന് വരെയോ നിങ്ങൾ ഏതെങ്കിലും ഈ സ്ക്രീം ചെയ്യുന്ന നിലവിളിക്കുന്ന ആങ്കർമാരോ അല്ലെങ്കിൽ അവരുടെ മികച്ച റിപ്പോർട്ടർമാരോ ഈ ഡ്രഗ് എങ്ങനെ കേരളത്തിൽ എത്തുന്നു, ഈ ഡ്രഗ് ക്യാപിറ്റലായിട്ട് പഞ്ചാബിനെ കടത്തിവെറ്റി കേരളം എങ്ങനെ 1ാം സ്ഥാനത്തെത്തി എന്നൊരു ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവർ ചെയ്യുന്നത് മുമ്പേ പ്രമോദ് പറഞ്ഞ പോലെ ചാനൽ ഡാൻസിങ് നടത്തി ആങ്കർ ഡ്രിവനായിട്ടുള്ള ജേർണലിസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അത് തന്നെയാണ് ജേർണലിസം എന്നുള്ളതാണ്. ഇതുകൊണ്ട് പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂസ് ആങ്കറാണ് സെൻട്രൽ അതോറിറ്റി. എഡിറ്റോറിയൽ പവർ എന്ന് പറഞ്ഞാൽ ന്യൂസ് റൂമിൽ നിന്നും ആങ്കറിലേക്ക് പോയി ആങ്കറൊക്കെ സെറ്റിൽ ചെയ്ത് തീരുമാനിക്കും. ന്യൂസ് എന്ന് പറയുന്നത് പെർഫോമൻസാണ്, അല്ലാതെ വാർത്തയല്ല. വാർത്ത അവതരണത്തിലെ പെർഫോമൻസാണ്. പിന്നെ ഇതിനകത്തൊരു കോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി സെൻട്രിക് കവറേജ് ആയിരിക്കും. ഒരു ആങ്കറിൻ്റെ വോയിസ്, ടോണ് ഇതിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ആ വാർത്ത കാണുക പോലും ചെയ്യുന്നത്. ഈ മറ്റേ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ നടന്നപ്പോൾ ഒരു ആങ്കർ പറയുമായിരുന്നു, ശബ്ദത്തെക്കാളും വേഗത്തിൽ ഷൂ എന്ന് പറഞ്ഞ് മിസൈൽ പോയെന്നൊക്കെ. പറഞ്ഞത് സയൻറ്റിഫിക്കലി തെറ്റും. അത് പറഞ്ഞത് എന്ത് വലിയ കോൺഫിഡൻസിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ളതും ആ ടോണിലാണ് നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത്. ഷൂ എന്നാണ് പറഞ്ഞ് പ്രേക്ഷകരെ ഇതങ്ങ് പോയെന്ന്, ശബ്ദത്തെക്കാളും വേഗത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ടോണ് വരും. പിന്നെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ന്യൂസ് ആങ്കർമാരും ഒപ്പീനിയനേറ്റഡാണ്. എല്ലാ ന്യൂസ് ആങ്കർമാരും ഒപ്പീനിയനേറ്റഡാണ്. അവരുടെ പൊളിറ്റിക്കൽ, അവരുടെ സ്ഥാപനത്തിൻ്റെ ഐഡിയോളജി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒപ്പീനിയൻ, ആ അഭിപ്രായം വെച്ചിട്ട് മാത്രമേ അവരെല്ലാ വാർത്തയും കാണത്തുള്ളൂ. ചിലർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണ്, മറ്റു ചിലർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനല്ല. എന്നെ സംബന്ധിച്ച് ഇത് വാർത്തയല്ല. ചിലർക്ക് കഴിഞ്ഞ 3 മാസമായിട്ട്, കഴിഞ്ഞ 3-4 മാസമായിട്ട് കേരളത്തിലെ വാർത്തയെന്ന് പറയുന്നത് ശബരിമല കൊള്ളയാണ്. എന്നെ സംബന്ധിച്ചത് വാർത്തയല്ല. നിങ്ങളൊരു ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു റിപ്പോർട്ടറും കേരളത്തിൽ ഒരു സ്റ്റോറിയും ചെയ്യുന്നില്ല.
കോടതിയിൽ എന്തെങ്കിലും ഒരു ഉത്തരവ് വരും, പോലീസ് എന്തെങ്കിലും അന്വേഷിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ നേതാക്കന്മാർ എന്തെങ്കിലും അഭിപ്രായം പറയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരുത്തം പെണ്ണ് പിടിക്കാൻ പോകും. ഇത് മാത്രം പുറത്ത് ഇവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ TV ചാനലിലും പത്രങ്ങളിലും വാർത്തയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തിരുവനന്തപുരത്ത് നെടുമങ്ങാടിനപ്പുറത്ത് പാലോടിൻ്റെ അവിടെ വെള്ളം കിട്ടാത്തത് കൊണ്ട് സ്ത്രീകൾ 8 മണിക്കൂർ പണിയെടുക്കുന്ന സ്ത്രീകൾ, അതായത് തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ 3 മണിക്കൂർ വെള്ളം എടുക്കാൻ ചിലവഴിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്കിപ്പോൾ 4 മണിക്കൂർ ചിലവഴിക്കണം ഒരു കുടം വെള്ളം കിട്ടാൻ. ഇത് ഞാൻ പറയുന്നതാണ്, ഞാൻ കണ്ടതാണ്, ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ ഏതെങ്കിലും ചാനൽ നമ്മളോട് പറഞ്ഞോ? വെള്ളം കിട്ടുന്നില്ലെന്ന്. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളം എടുക്കാൻ എക്സ്ട്രാ 1 മണിക്കൂർ അവരുടെ ജീവിതത്തിൽ ചിലവഴിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കുട്ടികളെ നോക്കാൻ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കാൻ, നമ്മുടെ കുടുംബം നോക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് അതിനകത്തെ ബിഗ്ഗർ പിക്ചർ എന്ന് പറയുന്നത്. വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റോറിയാണ്. ഒരു സ്റ്റോറി കേരളത്തിലെ ഏതെങ്കിലും ചാനൽ ജലദൗർലഭ്യത്തിനെ കുറിച്ച് കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? അവർക്ക് SIT രാവിലെ കോടതിയിൽ കൊണ്ടേ കൊടുക്കും, വൈകിട്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വിധി വരും, കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിട്ട് ആരെങ്കിലും ഒരാളെ ജാമ്യത്തിൽ വിടും. ഇത് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും പറയും, അതും ഇല്ലെങ്കിൽ സുകുമാരൻ നായരൻ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് എന്തെങ്കിലും പറയും. ഇതിനെ വെച്ച് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തുകൊണ്ട് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈം ന്യൂസിന് എടുത്തിട്ട് അതിനെ ഇമോഷൻ കയറ്റി അതിനകത്ത് പുറകിൽ BGM ഇട്ട്, ഇന്നാൾ ആ സ്കൂളിൽ കെട്ടിടം വീണിട്ട് അവരെ കൊച്ചു മരിച്ചതിൻ്റെ വീട്ടിൽ പോയിട്ട് ക്യാമറ എടുത്ത് ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് BGM ഇട്ടിട്ടാണ് ആ വാർത്ത കാണിച്ചത്. BGM ഇട്ടിട്ട് കൊച്ചു മരിച്ചതിൻ്റെ അതിൻ്റെ അകത്തെ വാർത്ത എന്ന് പറയുന്നത് സ്കൂളിൻ്റെ വീഴ്ച എക്സ്പോസ് ചെയ്യുക. എത്ര സ്കൂളുകൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ജനങ്ങളോട് പറയുക. ആരുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കുക. അതൊന്നും ചൂണ്ടിക്കാണിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. നമ്മൾ BGM ഇട്ട് ഇതിങ്ങനെ റേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ബൈനറി ഫ്രെയിമിങ്, അതിപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നെങ്കിൽ യു ബി വിത്ത് പിണറായി, അല്ലെങ്കിൽ യു ആർ ആൻറ്റി പിണറായി. ഒന്നെങ്കിൽ നീ പത്രപ്രവർത്തനമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാപ്രയാണ്. മാപ്രയുടെ അർത്ഥം എല്ലാവർക്കും അറിയാലോ അല്ലേ? ചതുരവടിവ് ഭാഷയെ സംസാരിക്കുന്ന M. സ്വരാജാണ് ഈ വാക്ക് കൊണ്ടുവന്നത്. അതിനെന്താ കുഴപ്പമെന്നാണ് പുള്ളി ചോദിച്ചത്. മാധ്യമ പ്രവർത്തകരുടെ ചുരുക്കവാക്കെന്നാണ് പറഞ്ഞത്. പക്ഷെ മാപ്രയെന്ന് വിളിക്കുമ്പോൾ അതൊരു അസഭ്യത്തിൻ്റെ തോണിലാണ് വിളിക്കുന്നത്. എന്നും കേൾക്കുന്ന ഞാനിത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ബൈനറി ഉണ്ടാക്കി വെക്കുക. ഒന്നെങ്കിൽ മോഡി ആൻറ്റി മോഡി, പിണറായി ആൻറ്റി പിണറായി, ഈ ബൈനറി ഉണ്ടാക്കി വെക്കുക. പിന്നെ പാനൽ മാനിപ്പുലേഷൻ. ഇപ്പം മുമ്പേ നമ്മൾ കുംഭമേളയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ കുംഭമേളയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ചാനലുണ്ട്. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇത് വേറെ ഏതാണ്ട് ഒരു മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് സംഭവം. മൊത്തത്തിൽ ഒരേ കളറായിരിക്കും. പാനൽ ആര് വേണമെന്ന് ഈ ആങ്കർമാരും ഈ മീഡിയയും അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് തീരുമാനിച്ച് കഴിയുമ്പോൾ മൊത്തം ഒരു കളറിലിരിക്കും. അപ്പോൾ പിന്നെ അഭിപ്രായത്തിൻ്റെ ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ വരത്തില്ല. ഇപ്പോൾ ചാനൽ ഏതാണെന്ന് ഞാൻ പറയാം. പലവട്ടവും ഞാൻ കാണാറുണ്ട്. ചില സൺഡേസിൽ ആ ചാനൽ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാവി കളറ്. എനിക്കറിയത്തില്ല ഇത്രമാത്രം കാവി കളറുള്ളവർക്ക് കേരളത്തിൽ എന്താണ് ഇത്രമാത്രം ചർച്ചയുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്ന ആൾക്കാരായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇത് TRP വേണം, 24/7 ന്യൂസ് റൂം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണം. ഇവർക്ക് എല്ലാവർക്കും പൊളിറ്റിക്കൽ അലൈൻമെൻ്റ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാ പത്രക്കാർക്കും ഉണ്ട്, പത്രസ്ഥാപനങ്ങൾക്കും ഉണ്ട്. ചിലർക്ക് MLA ആകണം, ചിലർക്ക് MP ആകണം, ചിലർക്ക് മന്ത്രിയാകണം, ചിലർക്ക് അവരുടെ മറ്റേ ന്യൂ മീഡിയ അഡ്വൈസർ ആകണം. പിന്നെ കോർപ്പറേറ്റ് കൺട്രോൾ, ഡിക്ലൈൻ ഓഫ് ന്യൂസ് റൂം. ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയൊരു സ്റ്റോറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാം. കേന്ദ്ര ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ധാതുക്കൾ ഖനനം ചെയ്യാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ പോട്ടെ, കൊല്ലത്ത് നിന്ന് ഓഫ്-ഷോർ മൈനിങ്ങിൽ ധാതുക്കൾ ഖനനം ചെയ്യാൻ പോകുന്നു. ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കി 1-2 മാസമൊക്കെ എടുക്കും ഇത് ചെയ്യണേ. എന്നിട്ട് ഇൻഡെപ്തായിട്ട് ഈ BBC-യിലും DWയിലും അൽ ജസീറയിലൊക്കെ വരുന്ന പോലെ നമ്മളൊരു 20 മിനിറ്റ് ഡോക്യുമെൻ്ററി ഇവരെ കൊണ്ട് കാണിക്കാൻ പറ്റുമോ? ഇവരെ കൊണ്ട് പറ്റത്തില്ല. സോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജനാധിപത്യത്തിനെ വീക്കൻ ചെയ്യും, ദൗർബല്യപ്പെടുത്തും, അക്കൗണ്ടബിലിറ്റിയെ ദൗർബല്യപ്പെടുത്തും, പബ്ലിക് ഡിബേറ്റിൻ്റെ ഡിസ്കോഴ്സിനെ ദൗർബല്യപ്പെടുത്തും. അതായത് എന്ന് നമ്മൾ ശബരിമല സ്വർണ്ണമോഷണം മാത്രം ചർച്ച ചെയ്യും, പട്ടിണി മറക്കും, ഉച്ചക്കഞ്ഞി കിട്ടാത്തത് മറക്കും, നമുക്ക് കുടിവെള്ളം കിട്ടാത്തത് മറക്കും. ഇലക്ഷനും കൂടി അടുക്കാവുക, എന്നിട്ടും നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മീഡിയയുടെ ക്രെഡിബിലിറ്റി, ഐ ഡോണ്ട് സീ എനി ക്രെഡിബിലിറ്റി ഫോർ ദം. ആക്ടിവിസമായി മാറിക്കൊണ്ടിരിക്കും. ഇത് യൂണിവേഴ്സൽ ആണോ എന്ന് ചോദിച്ചാൽ നോ, അങ്ങനെയൊന്നുമില്ല. ചില പ്രിൻ്റ് മീഡിയയൊക്കെ കുറേയൊക്കെ
നൈതികത പാലിക്കുന്നുണ്ട്. ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ശാപമാണ് ആങ്കർ ഡ്രിവൻ ജേർണലിസം. ഇതൊന്നുമല്ല ജേർണലിസം, ഇതൊന്നും കണ്ട് ജേർണലിസമെന്ന് പറയുകയും ചെയ്യരുത്. പിന്നെ ഫൈനൽ വേർഡ് മാധ്യമധർമ്മമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇവിടെ അതിനുള്ള സമയവും കാലഘട്ടമൊക്കെ പോയി. അതൊക്കെ ചെയ്യുന്ന 2-3 പേരൊക്കെ ഉള്ളൂ. അവർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലെ ഒരു 10 പേര് കാണുമായിരിക്കും. അരി മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉള്ള കാര്യം പറയാം. വലിയ വർത്താനവും എത്തിക്കലും ഒക്കെ പറയുന്നവർ നമ്മളൊരു വാർത്ത ചെയ്ത് കൊടുത്താൽ അതിന് പൈസ പോലും തരത്തില്ല. പിന്നെ എങ്ങനെ ഞാൻ അരി മേടിക്കുന്നത്? എനിക്കിപ്പോൾ കൊല്ലത്ത് പോയിട്ട് ധാതുകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച അവിടെ നിന്ന് 10 പേരെ കണ്ട് ആ വാർത്ത ചെയ്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് റിസോഴ്സസ് വേണ്ടേ? അത് തരില്ല. പകരം ARഉം VRഉം ഒക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ അതിൻ്റെ അകത്ത് ലോറിക്കകത്തോടെ ഹെലികോപ്റ്ററിനകത്തോടെ ഇവരൊക്കെ വന്ന് ഓരോ ഡാൻസിങ് ഒക്കെ ചെയ്തിട്ട് പോവാം. സോ ഐ ഹാവ് കെപ്റ്റ് മൈ ടൈം. എന്നോട് പറഞ്ഞ 20 മിനിറ്റ്സ് ആയിരുന്നു. കറക്റ്റ് 20 മിനിറ്റ്സിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. താങ്ക്സ് അ ലോട്ട്. താങ്ക് യു സോ